മിററുകൾ വൈബ്രേറ്റ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികാരം പോയപ്പോൾ വൈബ്രേഷനും പോയി. ഓടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇടതുവശത്ത് ബ്രേക്കും വലതുവശത്ത് ഗിയറുമായിട്ടുള്ള ആ വണ്ടിയൊക്കെ ഓടിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് നിന്ന് ഇപ്പോൾ സൂപ്പർ മീറ്റിയോർ ഓടിക്കുമ്പോൾ വികാരമല്ലാതായെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. കാരണം രുചിയാണ് മെയിനെങ്കിൽ, രുചിച്ച് നോക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ യു ഷുഡ് റൈഡ് ഇറ്റ്. റോയൽ എൻഫീൽഡുകൾ ഒരു വികാരമല്ലാതായി മാറിയിട്ട് കാലം കുറച്ചായി. വികാരമല്ലാതായി മാറിയെന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞതല്ലേ? അതായത് ഒരു കാലം വരേക്കും റോയൽ എൻഫീൽഡിൻ്റെ ഫീലും ആ ഒരു എന്താ പറയുക വികാരമൊക്കെ ചിലർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ കാലം മാറി, കഥ മാറി, വണ്ടികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റോയൽ എൻഫീൽഡിൻ്റെ പുതിയ പുതിയ വണ്ടികൾ വന്നു തുടങ്ങി, നല്ല വണ്ടികൾ. ആ കൂട്ടത്തിൽ 100 നമ്മൾ കണ്ടു, ഹിമാലയൻ സ്ക്രാം നമ്മൾ കണ്ടു, ഹിമാലയൻ കണ്ടു, അതുമാത്രമല്ല പുതിയ മീറ്റിയോർ കണ്ടു. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സൂപ്പർ മീറ്റിയോർ 650 ആണ്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്കെല്ലാം നമുക്ക് വണ്ടി വിശദമായി തന്നെ പരിചയപ്പെടാം. വിശദമായി തന്നെ പരിചയപ്പെടാൻ പറയുമ്പോൾ ഞാൻ വണ്ടി നടന്ന് കാണിക്കാം. നടന്ന് കാണിച്ചിട്ട് സവിശേഷതകളൊക്കെ പറഞ്ഞിട്ട് വണ്ടി റോട്ടിലേക്ക് എടുത്തിട്ട് ഓടിച്ചു നോക്കാം. ഇൻട്രസ്റ്റെല്ലാർ ഗ്രീൻ എന്ന് പറയുന്ന ഈ ഒരു കളർ വണ്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതായത് ടോപ്പ് എൻഡ് അല്ല, ഏകദേശം മിഡ് റേഞ്ചാണിത്. എന്തായാലും കാര്യങ്ങളൊക്കെ തന്നെ പറയാം. സ്വാഗതം. നാട്ടിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴേ ആളുകളൊന്നും ചോദിക്കായിരുന്നു ഇത് ആ ഒരു പൈപ്പ് ലൈൻ്റെ ആൾക്കാരാണെന്നുള്ളത്. അവനും ആ ഒരു ക്യാമറ പോലുള്ള കുന്ത്രാണ്ട വെച്ചാണല്ലോ അളവൊക്കെ എടുക്കുന്നത്. അപ്പോൾ മീറ്റിയോർ 650 എന്ന് പറയുന്നത് ഈ ഒരു 650 സീരീസിലെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണെന്നാണ് എനിക്ക് തോന്നിയത്. അത് വണ്ടിയാണെന്ന് തോന്നിയത്. അതെന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ പറയാം. ഈ വണ്ടി എന്ന് പറയുന്നത് തീർത്തും കാണാൻ വലിയൊരു വണ്ടിയാണ്. റോയൽ എൻഫീൽഡിൻ്റെ തനതായിട്ടുള്ള പല കാര്യങ്ങളും ഈ വണ്ടി കാണാം. ഫോർ എക്സാമ്പിൾ മിററുകൾ, കൂടാതെ വലിയ ഹാൻഡിൽ ബാറാണ്. ഈ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് തീർത്തും റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ ഒരു അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഹാൻഡിലാണ്. അല്ലെങ്കിൽ വരാം ഇനി മീറ്റർ കൺസോളിലേക്കും വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത് LED ഹെഡ് ലാമ്പ്സാണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പാണിത്. ഇൻഡിക്കേറ്ററൊന്നും LED അല്ല. അപ്പോൾ LED അതായത് പുതുമയിലേക്ക് മുഴുവനായിട്ട് മാറിയിട്ടില്ലെന്ന് അർത്ഥം. ഇനി അപ്സൈഡ് ഡൗൺ ഫോർക്ക് കാണാം. ആ ഫോർക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലാമ്പും അല്ലെങ്കിൽ ആ ഒരു ഹോൾഡറൊക്കെ തന്നെ ആ ഒരു സിൽവർ ഫിനിഷിലാണ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് വശത്തും ആ ഒരു റിഫ്ലക്ടർ ഉണ്ട്. കൂടാതെ ഈ ഒരു ഇൻട്രസ്റ്റെല്ലാർ ഗ്രീനിൻ്റെ കളറിൻ്റെ മുകളിൽ ആ ഒരു ബോർഡറുകളുണ്ട് എന്നുള്ളത് മനോഹരമായിട്ടുണ്ട്. ഇനി അലോയ് വീലാണ് ഈ ഒരു വണ്ടിക്ക്. നല്ല ഭംഗിയുള്ള അലോയ് വീൽ ഡിസൈനാണത്. കൂടാതെ വലിയ ടയറുകളും. ഈ ഒരു സൂം എന്ന് പറയുന്ന ഈ ഒരു ടയർ, സിയറ്റിൻ്റെ ടയർ എന്ന് പറയുന്നത് 100 പ്രൊഫൈലാണ് എന്നുള്ളതാണ്. വലിയ ഡിസ്ക് ബ്രേക്ക് കാണാം. കൂടാതെ ആ ഒരു പിന്നിലും ഡിസ്ക് ബ്രേക്ക് കാണാതിലേക്ക് വരാം. ഇനി റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് യാത്രയാവുന്ന അല്ലെങ്കിൽ വണ്ടി ഓടിക്കാവുന്ന ആ ഒരു ഫുഡ് പെഗ് പൊസിഷൻ കണ്ടോ, അതിന് താഴെ വലിയ ബ്രേക്ക് പെഡൽ കാണാം. ഇത് ഓയിൽ കൂളറാണ് ഈ കാണുന്നത്. കളറുകളുടെ അതിപ്രസരമുള്ള ഈ ഒരു വണ്ടിക്ക് ആ ഒരു ബ്ലാക്ക് ഫ്രെയിമൊക്കെ തന്നെ ആ ഒരു പൗഡർ കോട്ടിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വലിയ ടാങ്കാണ്. വലിയ ടാങ്ക് എന്ന് പറയുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു ചരിത്രത്തിൽ ഏറ്റവും വലിയ ടാങ്കാണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത്. കൂടാതെ എൻഫീൽഡിൻ്റെ ലോഗോ മനോഹരത്തിന് കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്ന ആ ഒരു വലിയ എഞ്ചിൻ എന്ന് പറയുന്നത് പാരലൽ ട്വിന്നാണ്. ആ ഒരു ഓയിൽ കൂൾഡ് പാരലൽ ട്വിൻ എഞ്ചിനാണിത്. ഇനി വശങ്ങളിലെ കവറിൽ സൂപ്പർ മീറ്റിയോർ എന്നുള്ള ആ ഒരു ലെറ്ററിങ് ഉണ്ട്. സൂപ്പർ മീറ്റിയോർ 650. ആരയുടെ ലോഗോ താഴെയും കാണാം. വലിയ ഒരു എന്താ പറയുക എക്സോസ് പൈപ്പ് ഉണ്ട്. ഒന്നല്ല 2 പൈപ്പുകളുണ്ട്. ഇവിടെ നമുക്ക് ഒരു പൈപ്പേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം മറ്റേ പൈപ്പ് അപ്പുറത്താണല്ലോ. ഇനി വലിയ സീറ്റാണ്. സീറ്റെന്ന് പറയുമ്പോൾ ലാവിഷായിട്ട് ഇരുന്ന് യാത്രയാവുന്ന ഒരു ഡ്രൈവർ അല്ലെങ്കിൽ റൈഡർ സീറ്റാണ്. ഈ സീറ്റിന് അത്യാവശ്യം കംഫർട്ട് ഉണ്ട്. കൂടാതെ പിന്നിലെ സീറ്റ് ചെറുതാണ്. റോയൽ എൻഫീൽഡുകളുടെ ആ ഒരു പോലെ തന്നെയാണ്. ഗ്രാബ് ഹാൻഡൊന്നുമില്ല. ഒരു ബെൽറ്റ് കൊടുത്തിട്ട് പിടിക്കാനായിട്ട്. മിക്കവാറും അത് വേണ്ടി വരും. കാരണം ഒരു ഇത്തിരി അഗ്രസീവായിട്ട് ഓടിക്കുന്ന ഡ്രൈവർമാരാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം വേണമെന്നുള്ളതാണ്. ഡ്യുവൽ ടോണാണിത്. ഇപ്പോൾ ഇൻട്രസ്റ്റെല്ലാർ ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു കളറിൻ്റെ മുകളിൽ ആ ഒരു ബ്ലാക്ക് ഇൻസെർട്ടും കൂടാതെ ആ ഒരു ലൈൻസും കാണാനുള്ളതാണ്. പിന്നിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. വലിയ ടയറാണ്. 150 പ്രൊഫൈലുള്ള ആ ഒരു വലിയ ടയറാണ്. ആ ഒരു വലിയ ടയറിൻ്റെ ഉള്ളിലൂടെ ആ ഡിസ്ക് ബ്രേക്ക് കൂടി കാണാം. എനിക്ക് തോന്നുന്നു അലവിലിന് തുല്യം തന്നെയാണ് ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ വട്ടം എന്നുള്ളതാണ്. വലിയ ഫൈബറിൻ്റെ ബ്രേക്സ് ആണെന്നുള്ളതാണ്. ഇനി ഈ ഒരു എക്സോസ് പൈപ്പ് കണ്ടോ. ഈ എഞ്ചിൻ കവറും ആ ഒരു എഞ്ചിനൊക്കെ തീർത്തും വലുതാണ്. കൂടാതെ ഒരു USB ചാർജിങ് സോക്കറ്റ് കൂടി ഈ ഒരു വണ്ടിക്കുണ്ട് ചില മോഡലുകൾക്ക്. ഹാൻഡിൽ ബാറിലുമുണ്ട് ആ ഒരു എന്താ പറയുക സിൽവർ ഇൻസേർട്ട്. ഇപ്പോൾ ഹാൻഡിൽ ബാറിൻ്റെ ഇൻസേർട്ട് എന്ന് പറയുന്നത് തീർത്തും ക്ലാസ്സിയായി തോന്നി. ഈ സ്വിച്ചുകൾ നമ്മൾ മീറ്റോറിൽ കണ്ടിട്ട് പാസും അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് സ്വിച്ചൊക്കെ ഇത് പൊട്ടിപ്പോകുന്നുള്ള ഒരു ഫീലുണ്ടായി. കാരണം ഒരിത്തിരി ചെറിയ ഒരു കാര്യമായിട്ട് തോന്നി. പക്ഷേ അത്ര പ്രശ്നമൊന്നുമില്ല. ഇത് ഇൻഡിക്കേറ്ററാണ്. ഇത് ഹോൺ സ്വിച്ചാണ്. ഇനി വലുതായിട്ട് എൻജിൻ സ്റ്റാർട്ട് സ്വിച്ചും ആ ഒരു സ്വിച്ചും കാണാനുള്ളതാണ്. വലിയ ഹാൻഡിൽ ബാറാണെന്നൊരു പറയുന്നത്. കൂടാതെ ഈ ഒരു ടാങ്കിന് ഒരടപ്പുണ്ട് ലോക്ക് തുറക്കാനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ടാങ്കിനടപ്പോ എന്തായാലും ഉള്ളതല്ലേ? അങ്ങനെയല്ലടോ. ടാങ്കിൻ്റെ മുകളിൽ അടപ്പിൻ്റെ മുകളിൽ മറ്റൊരു അടപ്പ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ടാങ്കിൻ്റെ അടപ്പിന് ഉള്ളിലുള്ള ഈ ഒരു ഭാഗത്ത് ഒരു വീലിൻ്റെ ഒരു ഷേപ്പില്ലേ, ഒരിത്തിരി ക്വാർക്സ് ആണല്ലേ. ഇനി ഈ ഒരു മിററുകളെന്ന് പറയുന്നത് വട്ടത്തിൽ ചെറുതാണ്.
കാര്യം നടക്കും, വൈബ്രേഷൻ ഒന്നുമില്ല. ഇനി ഈ മീറ്റർ കൺട്രോൾ നമുക്ക് ഫ്യൂവൽ മീറ്റർ, സ്പീഡോ മീറ്റർ, അല്ലെങ്കിൽ എന്താ പറയുക ട്രിപ്പ് എ ട്രിപ്പ് ബി, ഗിയർ ഇൻഡിക്കേറ്റർ, ഈക്കോ മോഡൊക്കെ തന്നെ കാണാം. പക്ഷേ ടാക്കോമീറ്റർ ഇല്ല. 200 km/h അല്ലെങ്കിൽ 200 km മാർക്ക് ചെയ്തിട്ടുള്ളൊരു സ്പീഡോമീറ്റർ കൂടി റോയൽ എൻഫീൽഡ് സൂപ്പർ മീറ്റിയോറിൻ്റെ പ്രത്യേകതയാണ്. ഈ ട്രിപ്പർ മീറ്റർ നമ്മൾ പല എൻഫീൽഡിലും കണ്ടിട്ട് ചില വണ്ടികളിൽ നിന്ന് പോയി, ചില വണ്ടികളിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഒരു സൂപ്പർ മീറ്റിയോറിൻ്റെ എൻ്റെ റേഞ്ചിൽ ആ ഒരു മീറ്റർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതാണ് റോയൽ എൻഫീൽഡ് സൂപ്പർ മീറ്റിയോറിൻ്റെ കീ എന്ന് പറയുന്നത്. ഇനി വലിയ ആ ഒരു എന്താ പറയുക ഹാൻഡിൽ ബാറിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക 2 ഫോർക്കുകളെ ബന്ധിപ്പിക്കുന്ന വലിയൊരു പീസ് ഉണ്ടോ. ശരിക്കും നല്ല ഒരു വലിപ്പമുള്ള നല്ല വീതിയുള്ള ഫോർക്കുകളും വീതിയുള്ള വീൽസും നല്ല വലിയ വീൽ ബേസും ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയാണെന്നുള്ളതാണ്. ഓക്കെ, ഇത്രയുമൊക്കെ ഫീച്ചേഴ്സാണ്. പക്ഷേ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് അറിയണം. അതായത് 650cc എഞ്ചിൻ, അതായത് 648cc എഞ്ചിൻ നമ്മൾ ഇൻ്റർസെപ്റ്റർ കണ്ടിട്ടുണ്ട്, അതുപോലുള്ള മറ്റു വണ്ടികളിൽ ഇപ്പോൾ കോണ്ടിനെൻ്റൽ GT കണ്ടിട്ടുണ്ട്. ഇനി ഈ ഒരു വണ്ടിയിൽ അത് എങ്ങനെയുണ്ട് ഓടിക്കാനുള്ളതല്ലേ, നമുക്ക് റോഡിലേക്ക് എടുത്തിട്ട് ഓടിക്കാം. മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷിൻ്റെ പാട്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സിനിമയിലൊക്കെ ശരിക്കും ഒരിത്തിരി എന്താ പറയുക ഓവർ റേറ്ററായിട്ട് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഏർലി മോർണിംഗ് ഹൈവേ മീറ്റിയോർ 650, വെറും മീറ്റിയോർ അല്ല, സൂപ്പർ മീറ്റിയോർ 650, അതൊരു വല്ലാത്തൊരു കോമ്പിനേഷൻ അല്ലേ. അത് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ റോയൽ എൻഫീൽഡ് വികാരം മാത്രമല്ലാതായിട്ട് കുറച്ചായി. പുതിയ ആ ഒരു ക്ലാസിക് ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളാണെങ്കിലും ഇപ്പോൾ 100 ആണെങ്കിലും ഒക്കെ മികച്ച വണ്ടികളുടെ ലിസ്റ്റിൽപ്പെടുത്താവുന്ന വണ്ടികളാണ്. അതിൻ്റെ കൂടെ അല്ലെങ്കിൽ എന്താ പറയുക അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾ നെഗറ്റീവ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വണ്ടിയെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല എന്നുള്ളതാണ്. അതിന് കാരണമെന്ന് പറയുമ്പോൾ ഈ വണ്ടികളുടെ കാര്യമൊക്കെ ഞാൻ പറയുന്നത് റോയൽ എൻഫീൽഡുകളുമായിട്ട് മാത്രം ആ ഒരു കമ്പയർ ചെയ്തിട്ടാണ്. ഐ ക്യാൻ സി എത്ര കടന്നു വന്നു അല്ലെങ്കിൽ എത്ര മാത്രം യാത്ര ചെയ്തിരിക്കുന്നു റോയൽ എൻഫീൽഡ് വണ്ടികൾ നമുക്ക് മനസ്സിലാവും. അതിന് കാരണമെന്ന് പറയുമ്പോൾ ഏറ്റവും പഴയ റോയൽ എൻഫീൽഡ് ആയിട്ടുള്ള പഴയ ബുള്ളറ്റിനൊക്കെ വിളിക്കുന്ന നമ്മുടെ വണ്ടിയില്ലേ, അതൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇടതുവശത്ത് ബ്രേക്കും വലതുവശത്ത് ഗിയറുമായിട്ടുള്ള ആ വണ്ടിയൊക്കെ ഓടിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് നിന്ന് ഇപ്പോൾ സൂപ്പർ മീറ്റിയോർ ഓടിക്കുമ്പോൾ AMG ആണല്ലോ, ഓക്കെ, സൂപ്പർ മീറ്റിയോർ ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് റോയൽ എൻഫീൽഡ് ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഒരു പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് സൂപ്പർ മീറ്റിയോർ 650 എന്നായിരിക്കും. അതിന് കാരണമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു 650 അതായത് 648cc എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു പുതിയ എഞ്ചിനൊന്നുമല്ല. എനിക്ക് തോന്നുന്നു 2016-ലോ 2017-ലോ മറ്റോ ആണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. അപ്പോൾ ഇൻ്റർസെപ്റ്റർ അതല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ GT എന്നിങ്ങനെയുള്ള വണ്ടികൾ കണ്ടിട്ടുള്ള ആ ഒരു എഞ്ചിൻ്റെ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള രൂപം എന്നാണ് എനിക്ക് മീറ്റിയോറിൻ്റെ ഈ ഒരു സൂപ്പർ മീറ്റിയോറിൻ്റെ ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. അത് മാത്രമല്ല, ചുമ്മാ കൈ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സ്പീഡൊന്നും കാണിക്കുന്നില്ല, പക്ഷേ കൈ കൊടുത്തു കഴിഞ്ഞാൽ 140-ന് പുറത്ത് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി എന്ന നിലയ്ക്ക് കൂടി ഈ ഒരു സൂപ്പർ മീറ്റിയോറിനെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈവേയിൽ പലതരം ബൈക്കുകളും പലതരം കാറുകളും നമ്മൾ കാണും. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ക്രൂയിസറാണ്. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വാക്ക് ഞാൻ കണ്ടതിന് അർത്ഥമായിട്ട് ഞാൻ കണ്ടതെന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്തത് എന്നുള്ള ആ ഒരു ലെവലിലാണ്. അതായത് അവർ പറഞ്ഞ ടാഗ് ലൈൻ എന്ന് പറയുന്നത്, ആ ഒരു ടാഗ് ലൈനൊക്കെ മാറ്റി നിർത്തിക്കോളൂ. ഒരു സാധാ ലേമാൻ ഈ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു പെർസ്പെക്റ്റീവിൽ, അതായത് ഒരു വണ്ടി വാങ്ങാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, എനിക്ക് ഈ വണ്ടി എന്ന് പറയുന്നത് തീർത്തും റിലാക്സ് ആയിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. തീർത്തും എഫേർട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് പഴം പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു വാക്കിന് ചിലപ്പോൾ ആ ഒരു പഴം പോലെ എന്ന് പറയുന്ന വാക്കിന് ചിലപ്പോൾ ഒത്തിരി അതിശയോക്തിയൊക്കെ തോന്നാം. പക്ഷെ അങ്ങനെയല്ല, ഇൻ്റർസെപ്റ്റർ ഓടിച്ചപ്പോൾ ടക്ക് ടക്ക് സൗണ്ടിൽ ഗിയർ ഇട്ടിരുന്ന വണ്ടി, അതുപോലുള്ള വണ്ടികൾ വലിയ വലിയ വണ്ടികളൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് തീർത്തും നൈസായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഷിഫ്റ്ററാണെന്നുള്ള ആദ്യത്തെ കാര്യം. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പെഡലുകളല്ല പറയാം, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ലിവറുകളുള്ള ഈ ഒരു ക്ലച്ച് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിലും ഈസി ടു റീച്ച് ആണ്, യൂസബിൾ ആണ്, ഈസി ആണെന്നുള്ളത് തന്നെ പറയാം. ഈസി എന്ന് നോക്കാൻ പറയുള്ളൂ, കാരണം അധികം വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റുന്നുണ്ട്, അധികം വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല മോസ്റ്റ് റിലാക്സ്ഡ് റൈഡിങ് പോസ്റ്ററാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മളിരിക്കുന്ന ഇരിപ്പ്, ഈ ഒരു വലിയ ഹാൻഡിൽ ബാർ, ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ നമുക്കിങ്ങനെ മൈൽസോ പറയാൻ പറ്റും, നമ്മളത് കിലോമീറ്റേഴ്സ് അല്ലേ, വാട്ടവർ കിലോമീറ്റേഴ്സ് ഇങ്ങനെ നമുക്ക് താണ്ടാനായിട്ട് തീർത്തും എളുപ്പമാണ് എന്നുള്ള ഒരു ഫീൽ എനിക്ക് വണ്ടിയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. പിന്നെ മിററുകൾ വൈബ്രേറ്റ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികാരം പോയപ്പോൾ വൈബ്രേഷനും പോയി. പക്ഷേ മിററുകൾ സൈസിൽ ചെറുതാണെന്നുള്ള ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഇൻഡിക്കേറ്ററിട്ടെ ഓക്കെ,
സൈസിൽ ചെറുതാണെന്നുള്ള പോരാൻ വേണ്ടി തോന്നുന്നു. കാരണം പിൻഭാഗത്തിനെ മുഴുവനായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ അതൊരു വലിയ പ്രശ്നമല്ല. നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരുപാട് വലിയ വലിയ മിററുകൾ അവൈലബിൾ ആയതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് കാണണ്ട. പിന്നെ ഒരു പ്രശ്നമായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, പ്രശ്നമല്ല, ഒരു കുറവായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് വേർ ഈസ് ദ ടാക്കോമീറ്റർ എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു വണ്ടിക്ക് ട്രിപ്പർ മീറ്റർ പോലുള്ള കാര്യങ്ങൾ വരെ റോയൽ എൻഫീൽഡ് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ടൊരു ചെറിയ ടാക്കോമീറ്റർ മീറ്ററിനകത്ത് കൊടുത്തുകൂടാ എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് തോന്നി. കാരണം ഇത് റിലാക്സ് ചെയ്തിട്ടാണ് ക്രൂസ് ചെയ്യുന്നത്. നല്ല റിലാക്സിലാണ്. അത് റിലാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ എഫേർട്ടൊന്നും ഫീൽ ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് 6ാമത്തെ ഗിയറിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളതാണ്. ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു 6ാമത്തെ ഗിയർ തന്നെ ഓവർടേക്ക് ചെയ്യാം. അപ്പോൾ ചെറിയൊരു നോക്കിംഗ് ഫീൽ തോന്നിയാൽ മാത്രം ഗിയർ മാറിയാൽ മതി. അതായത് കുറച്ചധികം സ്പീഡ് ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ലീഗൽ സ്പീഡൊക്കെ നമ്മൾ ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഗിയറിൻ്റെ ആവശ്യമില്ല. 6ാമത്തെ ഗിയറിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് പോലെ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ടാക്കോമീറ്റർ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊന്ന് റെഡ് ലൈൻ ചെയ്ത് നോക്കണം. അപ്പോൾ ഏത് വണ്ടി നമ്മൾ റെഡ് ലൈൻ ചെയ്യാതിരിക്കുക? എല്ലാം വണ്ടി റെഡ് ലൈൻ ചെയ്യും. അപ്പോൾ ഞാനൊന്ന് റെഡ് ലൈൻ ചെയ്യാം കേട്ടോ. റെഡ് ലൈൻ ചെയ്യാട്ടോ എന്ന് പറയുമ്പോൾ ശരിക്കും ആ റെഡ് ലൈനിങ് എന്ന് പറയുന്നത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അല്ലാണ്ട് ആ ഒരു സംഗതി നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അതാണ് ടാക്കോമീറ്റർ ഇല്ലാത്തതിൻ്റെ ഒരു മെയിൻ പോരായ്മ എന്ന് പറയുന്നത്. പിന്നെ പെഡലുകളൊക്കെ മുന്നോട്ട് വെച്ചിരിക്കണം. അത് മുന്നിലാണ് ഇതിൻ്റെ പെഡലുകളൊക്കെ. ആ മുന്നിൽ പെഡലുകളായതുകൊണ്ടും നമ്മുടെ കാല് നമ്മൾ നീട്ടി വെച്ച് കാറിലിരിക്കുന്ന പോലെ ഇരിക്കുന്നതുകൊണ്ടും അത്യാവശ്യം നല്ല സുഖമായിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. പിന്നെ ചോദിച്ചൊരു കാര്യം, സീറ്റിൻ്റെ കുഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടുണ്ടല്ലോ, അതായത് വണ്ടിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അത് അധികം ക്വസ്റ്റൻ വന്നില്ല. വന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സീറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഫ്രണ്ട് സീറ്റ് കൊള്ളാട്ടോ. ഫ്രണ്ട് സീറ്റ് നല്ല സീറ്റാണ്. ബാക്ക് സീറ്റ് സാധാരണ എൻഫീൽഡൊക്കെ പോലെ തന്നെ വളരെ വലിപ്പക്കുറവുണ്ട്. അത് മാത്രമല്ല ചാര് അതുപോലെ എന്താ പറയുക ഗ്രാബ് ഹാൻഡിലൊന്നും ഇതിന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നന്നായിട്ടൊന്ന് കൈ കൊടുത്താൽ പിന്നിലിരിക്കുന്ന ആൾ താഴ്ത്തും. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ആക്സസറി ആയിട്ട് ആ ഒരു ഗ്രാബ് ഹാൻഡിൽ കിട്ടുമെന്നുള്ളതിനെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നല്ല മഞ്ഞിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. വെറുതെ പറഞ്ഞുള്ളൂ, രാവിലത്തെ ഒരു മഞ്ഞ് രസമാണ്. ഇനി പറയേണ്ടുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ റോയൽ എൻഫീൽഡ് വികാരമല്ലാതായെന്ന് ഞാൻ പറഞ്ഞു. വികാരമല്ലാതായെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നെഗറ്റീവല്ല, പോസിറ്റീവാണ്. കാരണം ചിലർക്ക് വികാരം എന്ന് പറയുന്നത് വിറയലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റോയൽ എൻഫീൽഡ് സ്മൂത്താണ്. എല്ലാ വണ്ടികളും സ്മൂത്താണ്. ഞാൻ ഈടെ ഓടിച്ച 100 ആണെങ്കിലും അതല്ലെങ്കിൽ മീറ്റിയോറിൻ്റെ തന്നെ 350 ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു വണ്ടിയാണെങ്കിലും എല്ലാം ഹിമാലയൻ ആണെങ്കിലും എല്ലാ വണ്ടിക്കും ഒരു റിഫൈൻമെൻ്റ് ഉണ്ട്. അത്യാവശ്യം രസമുണ്ട് ഓടിക്കാനായിട്ട്. അത്യാവശ്യം ഫൺ ഫാക്ടർ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ മീഡിയ റൈഡുകളെല്ലാം കഴിഞ്ഞു. ഒരുപാട് പേര് ഈ വണ്ടിയൊക്കെ ഓടിച്ചു. എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വണ്ടിയുടെ റിവ്യൂവിൽ കിട്ടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നത് ശരിക്കും ആസ്വദിച്ചിട്ടാണ്. അതായത് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ 2 വിധത്തിലാണ് നമ്മൾ വണ്ടികളെ അനലൈസ് ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് വണ്ടി കുത്തിക്കയറി പാഞ്ഞു പോകുന്നുണ്ടോ, അത് ഒരു ഫണ്ണാണ്. ഫണ്ണെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഫണ്ണാണ്. പക്ഷേ ആ സ്വഭാവമുള്ള ബൈക്കുകൾ ഒരിക്കലും ഈ സ്വഭാവമുള്ള ബൈക്കുകളോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ബൈക്കുകളിൽ നമ്മൾ പ്രധാനമായും ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എത്രമാത്രം കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ മൈൽ മഞ്ച് ചെയ്യുന്നത്, അതായത് കിലോമീറ്ററുകൾ താണ്ടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഒരേ ഇരിപ്പിൽ നിന്ന് ചുമ്മാ ഇങ്ങനെ ഹാൻഡിലും പിടിച്ച് 6ാമത്തെ കയറിയിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് കിലോമീറ്ററോളം താണ്ടാൻ പറ്റിയ വണ്ടി എന്ന നിലയ്ക്ക് മീറ്റിയോർ 650 സൂപ്പർ മീറ്റിയോർ 650 എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് സ്പോട്ട് ഓൺ ആണ് എന്നുള്ളതാണ് കുഡോസ് റോയൽ എൻഫീൽഡ്. ഇനി പറയുന്നൊരു കാര്യം പവറും ടോർക്കും ഫിഗറുകളൊക്കെ. കാരണം നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ പവറും ടോർക്കും ഫിഗറുകളും വിലയും പറയാതെ വീഡിയോ പൂർത്തിയാക്കാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ പവർ എന്ന് പറയുന്നത് 47 ബ്രേക്ക് ഹോഴ്സ് പവറാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. ടോർക്കാകുമ്പോൾ 52.3 Nm. ഇതൊരു 648 cc പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിനുള്ള മോഡലാണ്. അപ്പോൾ 2 സൈലൻസർ കാണാം. സൈലൻസർ കാണുന്നില്ല കേട്ടോ, ചൂട് നല്ലോണം അടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ജീൻസ് പാൻറ് ഇട്ട് രാവിലെ പുലർച്ചെ ഓടിക്കുമ്പോൾ എനിക്ക് ചൂട് ഫീൽ ചെയ്തെങ്കിലും ട്രാഫിക്കിൽ നമുക്കിത് ശരിക്കും ഫീൽ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു വണ്ടിയുടെ പവറും ടോർക്കും അത്യാവശ്യത്തിന് കേമമാണ് എന്നുള്ളതാണ് തോന്നിയത്. അതായത് ലോങ് റൂട്ടിനൊക്കെ പറ്റിയ ഒരു പവർ ടോർക്ക് ഫിഗറുകളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ബസ്സാണ് ഓടിക്കുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഒരു ക്രൂസർ എന്ന നിലയ്ക്ക് ഇപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലൊക്കെ ഒന്ന് എടുത്തിട്ട് പോകണം, ലോങ് റൈഡൊക്കെ പോകണമെങ്കിൽ, റിലാക്സ് ചെയ്ത് ഓടിച്ച് പോകണമെങ്കിൽ ഈ ഒരു വണ്ടി തീർത്തും ഉചിതമായ ഒരു റോയൽ എൻഫീൽഡായിട്ട് എനിക്ക് തോന്നി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, റോയൽ എൻഫീൽഡ് ഒരുപാട് സഞ്ചരിച്ചിരിക്കുന്നു. ഇപ്പോൾ പഴയ ആ ഒരു വണ്ടി, അതായത് തണ്ടർബേഡൊക്കെ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതുപോലുള്ള വണ്ടികളൊക്കെ ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് മീറ്റിയോർ സൂപ്പർ മീറ്റിയോർ ഓടിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ല ഒരു വണ്ടിയായിട്ട് റോയൽ എൻഫീൽഡ് മാറി എന്നുള്ളതാണ്. ചെറിയ ചെറിയ നെഗറ്റീവ് ആസ്പെക്ട്സ് അതെല്ലാത്തിനും ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ കുറേ അധികം കാര്യങ്ങൾ, കണ്ണാടിയുടെ കാര്യം ഞാൻ പറഞ്ഞു, കൂടാതെ RPM മീറ്ററില്ല എന്ന് പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ട്രിപ്പർ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബേസിക് ആണ് എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. അതായത് സ്റ്റാൻഡേർഡ് അക്രോസ് ദ റേഞ്ചാണ്. അങ്ങനെ പറയുമ്പോൾ എത്ര റേഞ്ച് ഉണ്ട്?
3 റേഞ്ചുകളുണ്ട്. ഈ 3 റേഞ്ചുകൾ എങ്ങനെ മനസ്സിലാക്കും? 3 റേഞ്ചുകൾക്ക് 3 കളറുകളാണ്, 3 കളർ തീമുകളിലൊക്കെയാണെന്ന് വേണമെങ്കിൽ ലളിതമായിട്ട് പറയാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ വില? 3,48,600 രൂപയാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്ന മോഡലിൻ്റെ ആ ഒരു എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ലക്ഷം കൂടി കൊടുക്കും. ഇടയ്ക്കുള്ള ഒരു മോഡൽ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡലിന് 3,68,400 രൂപയോളമാണ് എക്സ് ഷോറൂം പ്രൈസ്. ഇതിനും ഏകദേശം 4,10 കൂടിയുള്ളൂ, 4,5 കൂടിയുള്ളൂ. ടോപ്പ് എൻഡ് ആണെങ്കിൽ 3,78,400 രൂപയോളമാണ് ആ ഒരു എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം 4.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന ഒരു ക്രൂസർ ബൈക്കാണ് സൂപ്പർ മീറ്റിയോർ. ആ ഒരു സൂപ്പർ മീറ്റിയോർ എന്ന് പറയുന്ന വണ്ടിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, ലോങ് റൈഡ് ഇംപ്രഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ വണ്ടി ലോങ്ങിലേക്ക് എടുത്ത് വന്നേക്കാണ്. അപ്പോൾ 1000 കിലോമീറ്ററോ അല്ലെങ്കിൽ 1500 കിലോമീറ്റർ ഞാൻ ഓടിക്കുന്നില്ല കേട്ടോ. ഞാൻ ഓടിക്കുന്നത് ഏകദേശം 500-600 കിലോമീറ്റർ ആയിരിക്കും. ആ ഒരു കിലോമീറ്ററിൻ്റെ ആദ്യ ഒരു എന്താ പറയുക സ്റ്റേജ് താണ്ടിയപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു അന്തരീക്ഷം നന്നായി ഇഷ്ടപ്പെട്ടു. ഈ ഒരു അന്തരീക്ഷത്തിൽ അത്യാവശ്യം കാഴ്ചയൊക്കെ രസമുണ്ട്. കൂടാതെ ആ ഒരു ഫീല്, നമ്മൾ ഓടിക്കുന്ന ഫീൽ നല്ലതാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ യൂട്യൂബോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള റിവ്യൂ ചാനലോ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഉപദേശികളാണ് എന്ന് കാണാം. ഉപദേശികൾ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ടല്ല, ഉപദേശം എല്ലാവർക്കും നല്ലതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് എമ്പാടും. ഇപ്പോൾ ഷോർട്സൊക്കെ നോക്കിയാൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ബൈക്ക് ഓടിക്കുമ്പോൾ ഇരിക്കാൻ പറ്റില്ല, ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല, തിരിഞ്ഞു നിന്ന് കുളിക്കണം, തലയിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ മുകളിലേക്ക് അപ്പമാരി സൈഡിൽ കൂടെ ഒഴിക്കണം. അങ്ങനെ ഒരുപാട് ടിപ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഓൾ അബൌട്ട് റിവ്യൂസ് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ അഭിപ്രായം പറയുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. അതും കോൺട്രഡിക്ടറി ആണ്. കാരണം എൻ്റെ ഇഷ്ടപ്പെടലുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടാതിരിക്കലാവാം, എൻ്റെ ഇഷ്ടപ്പെടാതിരിക്കൽ നിങ്ങളുടെ ഇഷ്ടമാവാം. കാരണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഹോട്ടലിൽ പോയിട്ട് മെനു കാണുന്ന പോലെ റിവ്യൂസ് കാണാവൂ എന്നുള്ളതാണ്. രുചിച്ച് നോക്കണം, അതുപോലെ കഴിച്ച് നോക്കണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു ബെറ്ററായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സംഗതി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഏത് റിവ്യൂ ആണെങ്കിലും. അപ്പോൾ മെനു കാണാം, അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെയുണ്ട് ഈ വണ്ടിയിൽ കാണാം, ഒരു ടൂറ് പോലെ വണ്ടി നടന്ന് കാണാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ചാനലിൽ സിമ്പിളായിട്ട് നടക്കും. പക്ഷേ വീണ്ടും പറയുന്നു, രുചിയാണ് മെയിനെങ്കിൽ, രുചിച്ച് നോക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ യു ഷുഡ് റൈഡ് ഇറ്റ്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അടുത്ത ആഴ്ച വരുമെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വന്നാൽ നിങ്ങൾ ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിക്കോളൂ എന്നുള്ളത് തന്നെയാണ് എന്നെ കൺസെപ്റ്റിൽ. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ആവർത്തന വിരസത വന്നാൽ ക്ഷമിക്കാം. ഞാൻ ഓടിച്ച റോയൽ എൻഫീൽഡുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റോയൽ എൻഫീൽഡ് എന്ന് ഞാൻ ഈ മീറ്റിയോറിനെ വിളിക്കും. പോരാത്തതിന് ഇതിൻ്റെ റിലാക്സിങ് പൊസിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നതാണ്. അപ്പോൾ ഞാനൊരു ബൈക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ബൈക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എൻ്റെ ആ ഒരു ബൈക്കിൻ്റെ ഒരു യൂസ് കേസ് വേറെയാണ്. എന്നാലും ഇപ്പോൾ ഞാനൊരു ബൈക്ക് വേണം, എനിക്കൊരു ക്രൂസർ ബൈക്ക് വേണം, എൻ്റെ കയ്യിൽ ഹാർലി ഡേവിഡ്സൺ പോലുള്ള വണ്ടികളൊന്നും വാങ്ങാനുള്ള ഒരു പൈസയില്ല, ഞാൻ മഞ്ജുവാരല്ല എന്ന് വിചാരിക്കാം. എനിക്ക് BMW വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു വണ്ടി, എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് മീറ്റിയോറിൻ്റെ മിഡിൽ ഓപ്ഷൻ ആയിരിക്കും. മിഡിൽ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 3,68,400 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്ന ഈ ഒരു മോഡൽ. നമ്മൾ സാധാരണ ബൈക്ക് ഓടിക്കുമ്പോൾ 3 കാര്യങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ടും പറയേണ്ടത്. ഒന്നെന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റി. ഇത് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് ഫ്രണ്ടിൽ, ബാക്കിലെ സസ്പെൻഷനും അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ് സൂപ്പർ മീറ്റിയോറിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഹാൻഡ്ലിങ്ങും കൊള്ളാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ ഹാൻഡിലാണ്, നല്ല കംഫർട്ടബിളായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ഒരു കംഫർട്ടബിളായിട്ടുള്ള ഇരിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് തീർത്തും വണ്ടി ഇങ്ങനെ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാലും ഉണ്ടോ, ലൈൻ ചേഞ്ചൊക്കെ വളരെ ഈസിയാണ്, നമുക്കൊരു ഇത്തിരി എഫേർട്ടൊന്നുമില്ല എന്നുള്ളതൊരു കാര്യമായിട്ട് പറയാം. പിന്നെ ബ്രേക്സ് എന്ന് പറയുമ്പോൾ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ തന്നെയാണ്. അതായത് വലിയ ഡിസ്ക്കാണ് മുന്നിൽ, ചെറിയ ഡിസ്ക്കാണ് പിന്നിൽ. പക്ഷേ ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കുന്ന ഒരു വണ്ടിയായിട്ട് നമുക്ക് ഈ മീറ്റിയോറിനെ കാണാം എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല ഡ്യുവൽ ചാനൽ ABS പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കൂടി പറയണം. ലോങ് യാത്ര ചെയ്യുന്ന വണ്ടിയാണ്, കുറേയധികം ദൂരം നമ്മൾ യാത്ര ചെയ്യണം. എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം 1/2 ടാങ്ക് പെട്രോളിൽ 100 കിലോമീറ്ററോളം സഞ്ചരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ 1/2 ടാങ്ക് പെട്രോളിൽ 100 കിലോമീറ്റർ വലിയ ഫ്യൂൽ ടാങ്കാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 24-25 ആ റേഞ്ചൊക്കെയാണ് എൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി. ഫോർ എ 650cc അതത്ര കുറവൊന്നുമല്ല. കാരണം നമ്മൾ വേഴ്സസ് ഒക്കെ ഓടിക്കുമ്പോൾ 16-17 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് എന്ന് തന്നെ കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും വരാം. ഒന്ന് കൈ കൊടുക്കല്ലേ ചെയ്യുക, ഡൗൺ ചെയ്യട്ടെ. 4 ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, സംഭവം സിമ്പിളാണ്. ചെയ്തു, 3ാമത്തെ ഗിയറായി. റെഡ് ലൈൻ ചൂട്ടോ, എത്ര RPM മനസ്സിലായില്ല. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി,
നമസ്കാരം.